Welcome to Garam Masala, the magic spices of cooking. കോഴിപ്പിടി. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ കോഴിപ്പിടി തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയും ഡിന്നറായും എല്ലാം നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് പിടിയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ചേർക്കുമ്പോൾ കട്ട വരാതിരിക്കാൻ വേണ്ടിയാണ് 2 ടേബിൾ സ്പൂൺ വെള്ളം അധികം ചേർക്കുന്നത്. ഇതിലോട്ട് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ വെള്ളവും അരിപ്പൊടിയുമെല്ലാം നന്നായി മിക്സ് ആയി വരണം. വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം. ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. ഇതിനെ 1/2 മുതൽ 1 മിനിറ്റ് വരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 മുതൽ 10 മിനിറ്റ് വരെ ഇതിനെ അടച്ചു തന്നെ വെക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ കുഴച്ചെടുക്കാം. വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പിടി നല്ല സോഫ്റ്റ് ആയി വരികയുള്ളൂ. ഈ ഡോ നല്ല സോഫ്റ്റ് ആയി വരണം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും ചെറിയ പിടികൾ തയ്യാറാക്കിയെടുക്കാം. ഒരു ടീസ്പൂണോളം ഡോ എടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കണം. നടുഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാ പിടികളും തയ്യാറാക്കിയെടുക്കണം. ഒരു സ്റ്റീമറിലാണ് ഞാൻ ഇതിനെ വേവിച്ചെടുക്കുന്നത്. നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്റ്റീമറിലോട്ട് വെക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. വെന്തതിനു ശേഷം നമുക്കിതിനെ സ്റ്റീമറിൽ നിന്ന് മാറ്റണം. അടുത്തതായി നമുക്ക് പൂരിയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ എണ്ണ കൂടെ ചേർക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മാവ് ഉപയോഗിച്ച് നമുക്ക് ചെറിയ പൂരികൾ തയ്യാറാക്കിയെടുക്കാം. വലിയ പൂരി പരത്തിയെടുത്തതിനു ശേഷം കുക്കീസ് കട്ടറോ ഗ്ലാസോ ഉപയോഗിച്ച് ഇതിനെ മുറിച്ചെടുത്താൽ മതി. നമ്മുടെ പൂരികളെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൂരികൾ ചേർത്ത് കൊടുക്കാം. ചെറിയ പൂരി ആയതുകൊണ്ട് തന്നെ കുറെ പൂരികൾ ഒരേ സമയം ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും. നമ്മുടെ പൂരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാ പൂരികളും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പിടിയും പൂരിയും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇതിനെ കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 സവാള സ്ലൈസ് ചെയ്തത്, 1 മീഡിയം സൈസ് തക്കാളി, 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, 1/2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, 3-4 പച്ചമുളക് ഇവ എടുക്കണം. നമുക്കിതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിലോട്ട് വേണ്ട ഉപ്പ് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കണം. ഇതിനെ കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബോണോട് കൂടിയ ചിക്കനാണ് ചേർക്കുന്നത്. നമുക്കിതിനെ അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി തിളച്ചു വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം. ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം.
ഈ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയെ ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അടുപ്പിലിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. ഞാൻ ഇതിനെ ഗ്യാസിന്റെ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ ചുട്ടെടുക്കാം. ഇനി ഇതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് ഇവ ചേർത്ത് കൊടുക്കണം. ഒരൽപ്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിടി ചേർക്കാം. നമുക്ക് ഈ ഗ്രേവിയെയും പിടിയെയും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഈ ചിക്കൻ മസാലയും പിടിയും നന്നായി മിക്സ് ആയി വരണം. നമ്മുടെ ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട്. അവസാനമായി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൂരി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇതിന് നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഗ്രേവി എല്ലാം വറ്റി വരും. നമ്മുടെ ഗ്രേവി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മലബാർ സ്പെഷ്യൽ കോഴിപ്പിടി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുമ്പോൾ ചിക്കൻ പീസ്, പിടി, പൂരി ഇവയെല്ലാം ഒന്നിച്ചു വേണം സെർവ് ചെയ്യാൻ. താങ്ക് യു.